ഹായ് ഫ്രണ്ട്സ്, കുട്ടികളും മുതിർന്നവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന സോയ ചങ്ക്സ് കൊണ്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഞാനിന്നിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ സോയ ചങ്ക്സ് വാങ്ങിയിട്ടുണ്ട്. ചെറിയ സോയ ചങ്ക്സ് ആണ് നല്ലത്, കുക്കിങ്ങിന് ഈസിയായിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. ആദ്യമേ തന്നെ ഇതിനെ നമുക്ക് തിളപ്പിച്ച വെള്ളത്തിലിട്ട് അല്പനേരം ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് അതിനെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കുക. എന്തെങ്കിലും പൊടിയോ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ ഇങ്ങനെ കഴുകുന്നത് വളരെയധികം സഹായിക്കും. നന്നായിട്ട് അതിൽ അഴുക്കൊക്കെ പോകുന്നത് വരെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഒന്ന് കളയുകയോ അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ അതിനെ പിഴിഞ്ഞ് ഇതേപോലെ എടുക്കുകയോ ചെയ്യാം. അപ്പോൾ അതിലെ ജലാംശം നന്നായിട്ടങ്ങ് മാറിക്കിട്ടും. ഇങ്ങനെ ജലാംശം നന്നായിട്ട് മാറി കിട്ടിയാലേ നമുക്ക് നല്ല ഈസി ആയിട്ട് ഇതിനെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. കണ്ടില്ലേ, നന്നായിട്ടെല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. അതിന് വേണ്ടുന്നത് വെളുത്തുള്ളി, അല്പം ഇഞ്ചി, കുരുമുളക്, ചുമന്നുള്ളി, അല്പം ജീരകം. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മളിന്ന് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മിക്സിയിലിട്ട് ഈ പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് അല്പം മുളക് പൊടിയാണ്. കുട്ടികളുണ്ടെങ്കിൽ എരി സൂക്ഷിക്കുക, കാരണം ഓൾറെഡി നമ്മൾ കുരുമുളക് ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, അത് ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമില്ല. എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും, ഹെൽത്തിന് നല്ലതാണ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒന്നേ ചിക്കൻ മസാലപ്പൊടി അല്ലെങ്കിൽ മീറ്റ് മസാലപ്പൊടി, ഇതിലേതെങ്കിലും ഒന്ന് മതി. രണ്ടും നല്ലതാണ്, ടേസ്റ്റിയാണ്. എന്നിട്ട് അല്പം ഉപ്പ് വേണം. അത് നമ്മുടെ പരുവത്തിനാണ് ഉപ്പ്, നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാമല്ലോ. കുറഞ്ഞു പോയെങ്കിൽ നമുക്ക് അല്പം കൂടി ആഡ് ചെയ്യാം, പക്ഷേ ഒരിക്കലും അത് കൂടിപ്പോകരുത്. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. എല്ലാം നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കി വെച്ചതിന് ശേഷം നമ്മൾ മുൻപ് മാറ്റി വെച്ചിരിക്കുന്ന വേവിച്ച സോയ ചങ്ക്സില്ലേ, അതിനെ നമ്മൾ എടുത്തിട്ട് ഈ മാറ്റി വെച്ചിരിക്കുന്ന മിശ്രിതത്തിലേക്ക്, അല്ലെങ്കിൽ ഈ മിശ്രിതം ആ സോയ ചങ്ക്സിലേക്കോ ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇതേപോലെ യോജിപ്പിക്കണം. യോജിപ്പിച്ച് എല്ലാ സോയ ചങ്ക്സിലും ഈ മിശ്രിതം പിടിച്ചു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമുക്ക് 5 മിനിറ്റത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം നമ്മൾ ചീനിച്ചട്ടി വെച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾ ഏത് എണ്ണയാണോ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടേക്ക് ഇപ്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരണം. ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾ ആ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടുകൊണ്ട് വേണം ഇതിലേക്ക് നമ്മുടെ സോയ ചങ്ക്സ് ആഡ് ചെയ്യാനായിട്ട്. കണ്ടില്ല, തിളച്ചു. സോയ ചങ്ക്സ് നമ്മൾ ആഡ് ചെയ്യുന്നു. സിമ്മിലാക്കണം ഇനിയിപ്പം നമ്മൾ ഫ്ലെയിം, കാരണം ഒത്തിരി ഫ്ലെയിം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിതിനകത്ത് ഗാർലിക്കൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് ചീനിച്ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. കൂടെ ഫ്ലെയിം കൂട്ടി കൊടുക്കുക, കുറച്ച് കൊടുക്കുക. നിരന്തരം ഒരു ഫ്ലെയിമിൽ തന്നെ ഇടരുത്, അന്ന് താമസമാണ്. അപ്പോൾ കൂട്ടിയും കുറച്ചും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് അതിനെ ഇളക്കി കൊടുക്കാം. ഫ്രൈങ് പാനിലാണെങ്കിൽ നമുക്ക് ഇത്രയും ഒന്നും സൂക്ഷ്മത ആവശ്യമില്ല കേട്ടോ. നല്ല വൃത്തിയായിട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ സാധാ ചീനച്ചട്ടിയിലാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഫ്ലെയിം സിമ്മിലിട്ടും മറ്റും ഇതിനെ ആക്കിയെടുക്കുന്നത്. നന്നായിട്ട് കണ്ടില്ലേ, ഇപ്പോൾ നല്ല പരുവത്തിന് ആയിട്ടുണ്ട്. എല്ലാം നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കളർ കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. കണ്ടിട്ട് തന്നെ കൊതിയാവുന്നുണ്ട് അല്ലേ. വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. നോൺ വെജ് കഴിക്കാത്ത മുതിർന്നവർക്കും നന്നായിട്ട് ഇത് ഇഷ്ടപ്പെടും. നമുക്കിത് കൊടുത്തു നോക്കാം, റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടോ, ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണിത്. കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. തലയൊക്കെ ആട്ടി തുടങ്ങി, ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ റിസൾട്ടും വന്നിട്ടുണ്ട്. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ചെയ്തു നോക്കൂ.